നല്ല ഗസ്റ്റ് ചെയ്യണം മറ്റുള്ള അപ്പം നമ്മൾ വന്നിട്ടുണ്ട് കിടിലൻ പൊളിക്കോശിയുടേതാണ് കേസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇല്ല കേസ്. ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളെ ചോപ്പ് ആക്സിഡൻ്റ് ആയി മരിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മളെ മന്ത്രവാദിൻ്റെ അടുത്തൊക്കെ പോയി കണ്ട് നമ്മളെ ചോപ്പിന് ജീവൻ കിട്ടിയിട്ടുണ്ടായി. നമ്മൾ വീണ്ടും പുനർജന്മിച്ചു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തോട്ട് അപ്പം എനിക്കിടയിലേക്ക് പോകാം. ഓക്കെ, സീരിയസിൽ പറയാൻ വന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചോപ്പിൽ ഇങ്ങനെ വീണ്ടും പുനർജന്മിച്ച് വന്നപ്പോൾ അവൻ്റെ എന്തൊക്കെയോ അവർക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ചോപ്പിൻ്റെ ഗൈസ്. എന്താണ് നമുക്ക് മനസ്സിലായത്? അവൻ രാത്രി ആകുമ്പോൾ എങ്ങോട്ടൊക്കെ പോകുന്നു. പിന്നെ അവൻ്റെ സൗണ്ടിൽ വരെ എന്തൊക്കെയോ വ്യത്യാസങ്ങളൊക്കെ വന്നിരിക്കുന്നു ഗൈസ്. എന്താണ് കറക്റ്റായിട്ട് അറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഒന്നുകൂടെ പോയി ചോദിച്ചു നോക്കാം ഗൈസ്. എന്താണ് നമുക്ക് ചോദിച്ചു നോക്കുക ഗൈസ്. ഹലോ ചോപ്പേ, എന്തോ ഫ്ലാങ്ക്ലി ബോയ്, സുഖം അല്ലേ ഗൈസ്? അപ്പോൾ ഇതാണ് കുഴപ്പം ഗൈസ് നമ്മളെ ചോപ്പിൻ്റെ. എപ്പം നോക്കിയാലും പിന്നെ മൂഡ് ഓഫ് ആയിട്ടും അവൻ്റെ മീറ്റ് എന്തോ കയറിയ പോലെ എനിക്ക് തോന്നുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ചോപ്പയ്ക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഒന്നുമില്ല ഫ്ലാങ്ക്ലി ബോയ്. ഓക്കെ, നമ്മളെ ചോപ്പ് ഒന്നുമില്ല പറയുന്നത് ഗൈസ്. എന്തോ അവർക്ക് കുഴപ്പമുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് അറിയണില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഒക്കെ ഒന്ന് അറിയണം ഗൈസ്. ആ ഫ്ലാങ്ക്ലിനറിയില്ല, എൻ്റെ മേട്ടൊരു ഡബിൾ കയറിയിട്ടുണ്ട്. ഈ പട്ടീൻ്റെ ശരീരത്തിൽ കിടക്കാൻ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. എന്തായാലും ആ ഫ്ലാങ്ക്ലിനൊന്ന് കൊല്ലേ തീരുമല്ലോ. ഓനൊരു കടി കടിച്ചുകൊണ്ട് പറഞ്ഞ് ഫ്ലാങ്ക്ലിനെ എന്നാ പിടിച്ചോടാ. ഓ ഗൈസ്, ഓനൊക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്കിനി ഓടാ ഗൈസ്. നമുക്കിനി ഒന്നും നോക്കണ്ട, ഓടാ ഗൈസ്. ഓ ഗൈസ്, ഞാൻ അവിടെ നിൽക്കണേ. ഓ ഗൈസ്, ഞാൻ ചുവപ്പൊക്കെ അടിച്ചു ഗൈസ്. കാലിനൊക്കെ ബ്ലഡ് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് കെട്ടൊക്കെ വെക്കാം ഗൈസ്, മുറിവൊക്കെ ഒന്ന്. ഓക്കെ എന്തായാലും നമ്മളെ മുറിവൊക്കെ കെട്ടി സെറ്റായിരുന്നു ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ TV ഒന്ന് ഇട്ട് നോക്കാം ഗൈസ്. നമുക്കല്ല ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടോ നോക്കി നോക്കാം. നമുക്ക് റിമോട്ട് ഇട്ടൊന്ന് നമ്മളെ TV ഒന്ന് ഓണാക്കി നോക്കട്ടെ. ഓക്കെ, സ്വിച്ച് ഒരു പട്ടി എല്ലാവരെയും കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒരു പെണ്ണിൻ്റെ സ്ഥിതി അതിഗുരുതരമാണ്. ഇതാണോ പട്ടിയുടെ ഫോട്ടോ? ഈ പട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ ന്യൂസിലുണ്ടത് നമ്മളെ ചോപ്പ് നമ്മളെ സിറ്റിയിലിറങ്ങി എല്ലാവരും കടിച്ചാണ് കേൾക്കുന്നത് ഗൈസ്. എൻ്റെ മോനെ, ഓ സീന് ഗൈസ് നമ്മളെ ചോപ്പ് കേസ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സ്വാമിജിൻ്റെ അടുത്തേക്ക് തിരിച്ച് പോയാൽ ഗൈസ്. സ്വാമിജിയാണ് നമുക്ക് ആ പിയൂണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. നമ്മളെ മാഫിയ ടീംസിൻ്റെ അവിടുത്തെ പിയൂണൊക്കെ നമുക്ക് എന്തായാലും സ്വാമിജിനോട് പോയി കാണിച്ച് ചോദിച്ചോ ഗൈസ്. ഓക്കെ, നമ്മൾ മറ്റേ സ്വാമിജിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മളെ സ്വാമിജിനോട് കാര്യങ്ങളൊക്കെ പറയാം. എന്നാലും നമുക്ക് സ്വാമിജിൻ്റെ അടുത്ത് സ്വാമിജി നീ എന്തിനാ വന്നത്? എനിക്ക് മനസ്സിലായില്ല. ഇതിൻ്റെ ചോപ്പ് ഒരു ഡെവിളായി എന്നല്ലേ പറയാൻ വന്നത്. ചോപ്പിന് എന്തൊക്കെയൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നു. ചോപ്പിൻ്റെ മേത്തൊരു ഡബിൾ കയറിയേക്കാണ്. നീ ഓൾക്ക് കൊടുത്തായല ആ എലിയിലൊരു ഡെവിളുണ്ട്. ആ ഡെവിളാണ് ഇപ്പോൾ നമ്മളെ ചോപ്പിൻ്റെ ദേഹത്ത് കയറിയിട്ടുള്ളത്. അപ്പോൾ അതിനെന്തെങ്കിലും വഴിയുണ്ടോ? ഒരു വഴിയുണ്ട്. നീ മാല കയ്യപ്പിലേക്ക് ഇതെന്താ ചെയ്യണ്ടേ? ഇത് നിൻ്റെ ചോപ്പിൻ്റെ കഴുത്തിലെത്താൽ മതി. ആത്മാവ് അവിടെ നിന്ന് ആത്മാവ് ഇതായി ചത്തുപോയിക്കോളും. ഓക്കെ ഞാൻ എന്തായാലും നോക്കി നോക്കട്ടെ. ഓക്കെ, നമ്മളെ സ്വാമിജി പറയുന്നത് ഇത് നമ്മളെ ചോപ്പിന് ഇട്ട് കൊടുത്താൽ നമ്മളെ ഡബിള് ഭസ്മമായി പോകുന്ന പറയുന്നത്. എന്തായാലും നമുക്ക് നമ്മളെ ചോപ്പിൻ്റെ അവിടെ ചോപ്പ് ഏതോ സ്ഥലത്താണ്. ന്യൂസിൽ നോക്കിയപ്പോൾ നമ്മളെ മെയിൻ സിറ്റിൻ്റെ അവിടെയാണ് നമ്മളെ ചോപ്പ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയോക്കെ ഗൈസ്. ഓക്കെ, നമ്മൾ സോപ്പിൻ്റെ സ്ഥലത്ത് അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ചോപ്പ് കാണാൻ ചോപ്പ് പിന്നിന്ന് പോയിടാം ഗൈസ്. ഓക്കെ, അപ്പം പതുങ്ങി നമുക്ക് പോവാം ഗൈസ്. പതുങ്ങി പോവാം ഗൈസ്. ഓക്കെ പതുക്കെ പോ. ഫ്ലാങ്ക്ലി ബായ്, എനിക്കെന്താ പറ്റിയത്? ഫ്ലാങ്ക്ലി ബായ്
എടാ നിനക്കൊരു കുഴപ്പമില്ല, നിൻ്റെ മേട്ട് ഡെവിള് കയറിയേക്കാണ്. പൗ എൻ്റെ ഡെവിളോ എന്നിട്ട് പോയോ? ആ പോയി, ഇപ്പോൾ പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു മേത്ത് ആ മാലത്തോണ്ട് രക്ഷപ്പെട്ടു. ഓ താങ്ക് ഗോഡ്. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ചോപ്പ് നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല കിടക്കാച്ചി വിളിക്കാൻ ചെയ്തേക്കും. ബൈ ബൈ. നിങ്ങളുടെ കിടക്കാൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ ബൈ ബൈ.